ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ശുഭമായിട്ട് അവസാനിച്ചു എങ്കിൽ പോലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ പൊന്നുമടത്തിൽ നടക്കുന്നത്. അത് പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ഹരിയെ ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് പൂർണ്ണമയ്ക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. എന്നാൽ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പഴമക്കാർ പറയുന്ന പഴഞ്ചൊല്ലു പോലെയാണ് ഇപ്പോഴത്തെ പൊന്നുമടത്തിലെ അവസ്ഥ. അച്ചുവിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അച്ചുവിന്റെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സേതുവിനോടുള്ള ദേഷ്യവും പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഋതു കുറേ പണികൾ ചെയ്തു. നിഖിലിന്റെ വിവാഹം ഋതു അല്ല കൊണ്ടുവന്നത് എങ്കിൽ പോലും ആ വിവാഹ മണ്ഡപത്തില് നിഖിലുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഋതു അച്ചുവിനെ തട്ടിക്കൊണ്ടുപോയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതേ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അച്ചുവിനെ വേദനിപ്പിക്കുമ്പോൾ ഋതു മനസ്സിലാക്കിയില്ല തനിക്കും ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന്. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഋതുവിന് സംഭവിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഋതു പാഠം പഠിക്കും എന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക, ഋതുവിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്ദ്രൻ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. എന്തായാലും അച്ചുവിൻ്റെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഹരി ഓർക്കുവാണ് അച്ചുവുമായിട്ട് ആ ഒരു ആദ്യരാത്രിയുടെ അന്ന് തന്നെ തനിക്ക് ഒരിക്കലും അച്ചുവിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ എൻ്റെ ഒരു ഞാൻ വലിയവൻ, ഞാൻ ചെറിയ ആള്, അച്ചു കോടീശ്വരി, അങ്ങനത്തെ ചിന്തകൾ കൊണ്ടായിരിക്കും. എന്തായാലും എനിക്ക് ഭാര്യ ഭർത്താവ് ആ ഒരു ബന്ധത്തിലോട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഞാൻ എന്നാണോ ഓക്കെ ആയിട്ട് എനിക്ക് അച്ചു ചേർന്ന പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയുന്നത്, അതിനുശേഷം നമുക്ക് ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാം. അതുവരെ എന്തായാലും നമുക്ക് ഇങ്ങനെ മാറി തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അച്ചു അത് സമ്മതിച്ചു. കാരണം ഹരി പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് അച്ചുവിന് സാധിച്ചു. അച്ചു അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താവായിട്ട് തന്നെ നമ്മൾ ജീവിക്കും, അവരെ ഒരിക്കലും സങ്കടപ്പെടുത്താൻ പാടില്ല എന്നുകൂടി അച്ചു ആവശ്യപ്പെട്ടു. അതും ഹരി സമ്മതിച്ചു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുവാണ്. എന്തായാലും ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ ഇന്ദ്രന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും പല്ലവിയെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ചിന്തയായിരുന്നു. എന്നാൽ ഉടൻ തന്നെയാണ് വക്കീല് ഇന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് എത്തിയതിനു ശേഷം മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഇന്ദ്രനോട് വക്കീല് പറഞ്ഞത്. നമ്മൾ ആ ഒരു കുടുംബ കോടതിയിലുള്ള കേസ് ജയിച്ചു. ഇനി പക്ഷേ ആ ഒരു കേസ് ജയിച്ചുവെങ്കിലും ഇപ്പോൾ പല്ലവി ഹൈക്കോർട്ടിലോട്ട് അപ്പീൽ പോയിരിക്കുകയാണ്. എന്നാൽ അപ്പീലും നമ്മൾ ജയിക്കത്തില്ലേ വക്കീലെ, നമ്മൾ ഹൈക്കോർട്ടിലും ജയിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് വക്കീൽ ആ ഒരു കാര്യം പറയുന്നത്. പല്ലവി ആ ഹൈക്കോർട്ടിലോട്ട് കൊടുത്ത അപ്പീലിൽ മറ്റൊരു കാര്യം കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. കോടതി പറഞ്ഞത് പ്രകാരം ഞാൻ ഇന്ദ്രന്റെ വീട്ടിൽ പോയി താമസിച്ചു എന്നും, എന്നാൽ അവിടെ ആരും എനിക്ക് സന്തോഷം എന്നത് തന്നിട്ടില്ല. എന്നെ ഒരുപാട് ക്രൂര പീഡനങ്ങളിൽ ഇരയാക്കി. അങ്ങനെ ഞാൻ ഒരുപാട് വേദനിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് അവിടെ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഒത്തുപോകത്തില്ല, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പല്ലവി എഴുതി ചേർത്തിരിക്കുന്നത്. മാത്രമല്ല ഇന്ദ്രന്റെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ പല്ലവി അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രനും ചെറിയൊരു പേടി, നമ്മൾ ഈ കേസിൽ തോറ്റുപോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്നാൽ വക്കീലും പറഞ്ഞു 50-50 ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ തോൽക്കാം. ഇതൊക്കെ കേട്ടിട്ട് വന്ന നമ്മുടെ രാജലക്ഷ്മിക്കും ഭയങ്കര ടെൻഷനായിപ്പോയി. ഇനി എന്ത് ചെയ്യും, നമ്മൾ കേസിൽ തോറ്റു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനായിട്ടും പറ്റത്തില്ല. എന്നാൽ ഞാൻ ഈ കേസിൽ തോൽക്കുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നാണ് ഇന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി. ഏതെങ്കിലും വിധേനയും ഈ കേസ് ജയിച്ചേ മതിയാകൂ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും കേസ് ജയിച്ചിരിക്കണം, ഒരിക്കലും പല്ലവിയും താനും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കാൻ പാടില്ല, എനിക്ക് ഒരു ദിവസം മാത്രം മതി, അവളെ എനിക്ക് ഭാര്യയായിട്ട് എൻ്റെ കൂടെ വേണം എന്നാണ് ഇന്ദ്രന്റെ ആവശ്യം. അങ്ങനെ ഈ ഒരു ചർച്ച നടക്കുവാണ്. പക്ഷേ പല്ലവിയുടെ ഭാഗം വലിയ സ്ട്രോങ് ആണ്, അത്രത്തോളം തെളിവും കാര്യങ്ങളും അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് ഇന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ, അതായത് പല്ലവിയുടെയും ഇന്ദ്രന്റെയും ബന്ധം വേർപ്പെടുത്താം, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും നടക്കുമ്പോഴാണ് പൊന്നുമടത്തിൽ മറ്റൊരു വിവാഹത്തിനും കൂടി തുടക്കമാകുന്നത്. പൂർണിമയെ കാണാനായിട്ട്
പ്രതാപന്റെ ഭാര്യയും പിന്നെ നിഖിലിന്റെ അമ്മയും അച്ഛനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നത് വേറെ ഒന്നിനും കൊണ്ടല്ല, അച്ഛൻ്റെ വിവാഹം മുടങ്ങിപ്പോയല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാനായിരുന്നു. എന്നാൽ പൂർണിമയ്ക്കും അതിൻ്റെ ദേഷ്യമുണ്ട്. അപ്പോൾ പല്ലവിയെ കണ്ടു, സംസാരിച്ചു. എന്നാൽ ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു കതിർ മണ്ഡപത്തിൽ സംഭവിച്ചത്. അച്ചുവുമായിട്ടുള്ള വിവാഹം നടന്നില്ല, നിഖിലിന് ആ ഒരു വിവാഹം നടക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ മറ്റൊരു പ്രപ്പോസലുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിഖിലിന് ഋതുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഋതുവുമായിട്ടുള്ള വിവാഹത്തിന് നിഖിലിന് യാതൊരു പ്രശ്നവുമല്ല. അപ്പോൾ ആ വിവാഹം നടത്താനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അത് കേട്ട ഉടനെ തന്നെ പല്ലവിയും സമ്മതിച്ചില്ല. ഒപ്പം തന്നെ സേതുവും പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നില്ല, വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് സേതു പറയുകയും, പക്ഷേ ഈ സേതുവിന്റെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ പൂർണിമ പറഞ്ഞു, ഈ വിവാഹം നടക്കും, ഋതുവുമായിട്ടുള്ള ബന്ധത്തിന് എനിക്ക് ഋതുവിനെ നിങ്ങളുടെ മരുമകളായിട്ട് തരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഋതുവിന്റെയും നിഖിലിന്റെയും വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്നുള്ള ഒരു വാശിയിലാണ് പൂർണിമ. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി, ഉറപ്പായിട്ടും ഈ ഒരു വിവാഹം വലിയൊരു ചതി ആണ് നിഖിൽ ഈ കുടുംബത്തിലോട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ ചതി എന്താണെന്ന് പൂർണിമ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഋതുവിനും കുഴപ്പമില്ല, തന്റെ അമ്മയുടെ ആഗ്രഹം തന്നെയാണ് ഋതുവിനും. തന്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് ഋതുവും തയ്യാറല്ല, അതുകൊണ്ട് വിവാഹത്തിന് ഋതുവിനും സമ്മതമാണ്. എന്നാൽ ഇതിന്റെ മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അച്ചുവിന്റെയും ഹരിയുടെയും വിവാഹം നടത്താനായിട്ട് നിഖിലിൽ നിന്ന് അച്ചുവിനെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിച്ചു. പക്ഷെ നിഖിലിന്റെ കയ്യിൽ നിന്നും ഋതുവിനെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.